മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുന്നു. നീ ചെയ്തതൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് ലജ്ജിച്ച് നാണനിമിത്തം ഇനി ഒരിക്കലും വായി തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എൻ്റെ നിയമം ചെയ്യും. ഞാൻ യഹോവയെന്ന് അറിയുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. And I will establish my covenant with you, then you shall know that I am the Lord, that you may remember and be ashamed, and never open your mouth anymore because of your shame, when I provide you an atonement for all you have done, says the Lord God. ഇസ്രായേൽ ചരിത്രത്തിന്റെ കാവ്യാത്മകമായ ഒരു വിവരണമാണ് 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ജനനം മുതൽ ദൈവം എങ്ങനെ അവളെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതും ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്നേഹനിർഭരമായ ഉടമ്പടി അവൾക്ക് കൊടുത്തിരുന്നു. ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയുള്ള ഉടമ്പടി. ദൈവത്തിന്റെ കരുതലും ഔദാര്യവും അവളെ അലങ്കരിച്ചിരുന്നു. ദൈവത്തിന്റെ ഉദാരമായ സ്നേഹവും കരുതലും കാരണം ഇസ്രായേൽ സൗന്ദര്യത്തിൽ മികച്ചു നിൽക്കുകയും രാജകീയ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. അവർ ജാതികളുടെ ഇടയിൽ പ്രസിദ്ധരായി തീർന്നു. ദൈവത്തിന്റെ മഹത്വം അവളുടെ മേൽ ഇറങ്ങി വന്നിരുന്നു. എന്നാൽ അവൾ ഈ ജീവനുള്ള ദൈവത്തെ വിട്ടുകളഞ്ഞ് അന്യ ദൈവങ്ങളെ സേവിച്ച് പാപം ചെയ്ത് അന്യപ്പെട്ടുപോയി. അവളുടെ നീചപ്രവൃത്തിക്കും മ്ലേച്ഛതകൾക്കും വില കൊടുക്കേണ്ടി വന്നു. യെരുശലേമിന്റെയും യഹൂദയുടെയും മേലുള്ള ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെയും ന്യായവിധിയുടെയും കാലം കടന്നു പോകുന്ന ദിവസം വരുമെന്നും ശാശ്വതമായ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാകുമെന്നുമുള്ള വാഗ്ദത്തമാണ് നാം വായിച്ച വാക്യം. ഇത് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് സ്വന്തം മക്കളാക്കി തീർക്കുന്ന ഒരു നിയമം യെഹെസ്കേലിൽ കൂടെ മനുഷ്യരാശിക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപത്തെക്കുറിച്ച് യഥാർത്ഥമായി അനുദപിക്കാനും ദൈവഭയത്തിൽ ജീവിക്കുവാനും ഓരോ മനുഷ്യനെയും ആഹ്വാനം ചെയ്യുന്നതാണ് ഈ പുതിയ നിയമം. നാം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ അപമാനം എത്ര ഗൗരവമേറിയതായിരുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. റോമർ 5:8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പാപജീവിതത്തിന്റെ ഭയാനകമായ പരിണിത ഫലം നാം അനുഭവിക്കാതെ നമ്മോട് കാണിച്ച ദൈവസ്നേഹം അഗണ്യമത്രേ. നാം ലജ്ജിച്ച് നാണനിമിത്തം ഒരിക്കലും വായ് തുറക്കാനാകാത്ത പാപമായിരുന്നു നമ്മളുടേത്. പൗലോസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയവരായിരുന്ന നമ്മെ പ്രശംസാപാത്രങ്ങളായി തീർക്കുവാൻ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ ദൈവം സാധിപ്പിച്ചു തന്നു. ദൈവത്തിന്റെ ഈ പ്രമാണത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ലജ്ജാകരമായ പാപങ്ങൾ ക്ഷമിച്ച് അവിടുന്ന് ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി തീർത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവ
സ്തുതിച്ചിടും ഞാൻ.